ആ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതെന്താ സംഭവം എന്നറിയാം, ഇത് മുറുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റ്, അപ്പോൾ നല്ല ഇരിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാലേ ഈ റോട്ടിൽ നിന്ന് ചെന്നിമല പോകുന്ന റൂട്ടാണ് കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നല്ല ഒഴിഞ്ഞ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ ഈ കാണുന്നതൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ഒഴിഞ്ഞ സ്ഥലങ്ങൾ. ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മുറുക്കുകളുണ്ടല്ലോ, ഇങ്ങനത്തെ മുറുക്കുകൾ സംഭവം സുലഭമായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തന്നെ നമുക്ക് ചൂടോട് മേടിച്ച് കഴിക്കാം. അങ്ങനത്തെ മുറുക്കുകൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മുറുക്കിന് 10 രൂപ, അങ്ങനെ പല റേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. ഈ ഒരു 4 മണി 5 മണി ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. കണ്ടോ, അങ്ങനെ അധികം വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ല. നല്ല തിരക്കൊക്കെ ഒഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളാണ്. അതായത് നല്ല ടൗൺ അങ്ങനത്തെ അങ്ങനെ എടുത്ത് പിടിച്ച് വണ്ടികൾ പോകുന്നൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടി, അങ്ങനെ തിരക്കൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ നോക്കാട്ടോ, അങ്ങനെ നോക്കൂ. കണ്ടോ, ഒത്തിരി ഇതേപോലത്തെ സ്ഥലങ്ങളാട്ടോ. നമ്മൾ നേരത്തെ നിന്ന് അവിടെ എന്തായാലും എല്ലായിടത്തും ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെ കേട്ടോ. കണ്ടോ, ഇടയ്ക്കൊരു വീടൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. കമ്പനി ഏരിയയാണ് കൂടുതൽ അല്ലേ, കമ്പനികളാണ് കൂടുതൽ. കണ്ടോ, ഈ കാണുന്ന ഒരു കമ്പനിയാണ്. തുണിമില്ലുകളും അതുപോലെ തന്നെ നെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, മില്ലൊക്കെയാണ് കൂടുതൽ കേട്ടോ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇത് ഈരോടാണ് കേട്ടോ. ഈരോട് ജില്ലയിൽ പെട്ട ഒരു സ്ഥലമാണിത്. ചെന്നിമല അടിപൊളി സ്ഥലാട്ടോ. നമ്മളൊരു ഞാൻ ഞാൻ പറയട്ടല്ലോ സാർ, 4 ദിവസം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ഷമിക്ക്. അതായത് ഈരോട് ജില്ലയിലാണ് ഉള്ളത് ചെന്നിമല എന്ന് പറയുന്ന സ്ഥലം. തിരുപ്പൂരിന്ന് ജസ്റ്റ് ഒരു 14 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോ വരുന്നവരൊക്കെ വന്ന് നോക്ക്, നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളിയാണ് ഇല്ലല്ലോ? ഓക്കെ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി ലൊക്കേഷൻ ആട്ടോ. കണ്ടോ, ഒരു മലന്റെ സൈഡാണിത്. കണ്ടോ, അടിപൊളിയാണ്, അടിപൊളിയാണ് കാണാന്. സൂപ്പർ ഏരിയ കേട്ടോ. അധികം വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കവലകൾ. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലെ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. കൃഷിയും കാണാനൊന്നുമില്ല കേട്ടോ. കണ്ടോ, നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ. അതിനേക്കാളും ഭംഗിയാട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ. അടിപൊളിയാണ്. ഒരു മലന്റെ ചോട്ടില് ഒരു ചെറിയ പ്രദേശം, നല്ല രസമുണ്ട്. ചെന്നിപ്പാളയം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഇങ്ങനെ അധികം കാണുന്നത് നമ്മൾ ഏക്കർ കണക്കിന് ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഒരു കവല പോലെ ഒരു ചെറിയ പ്രദേശം കാണാൻ പറ്റും. വീടുകളൊന്നും അധികം ഇല്ല കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ചേച്ചി മാങ്ങ ഇരുന്ന് വെക്കുന്നുണ്ട്. ഇത് ഇവരെ തോട്ടത്തിൽ തന്നെ ഇവര് പറിക്കുന്ന മാങ്ങയും കാര്യങ്ങളും തന്നെയാണ് ഇവര് വെക്കുന്നത്. കണ്ടോ, അടിപൊളി. ഇതൊരു ചെറിയ ടൗൺ ആട്ടോ. കണ്ടോ, ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ചെന്നിപ്പാളയം. ഇത് നമ്മളെ ഇത് ഈരോട് ജില്ലയിലാണ്. അടിപൊളിയാണ്. മങ്കീസ് ഉണ്ട് കേട്ടോ. മങ്കീസ് ഇല്ലാതെ പിന്നെ ഈ ഒരു ഏരിയ മങ്കീസ് ഇല്ലാതെ പറ്റില്ല കേട്ടോ. മങ്കീസ് ഉണ്ട്. നല്ല പ്രദേശം, നല്ല ക്ലൈമറ്റ് കേട്ടോ ഇവിടുത്തെ. ഈ സമയത്ത് നല്ല വെയിലും ഇല്ല, മഴയില്ല. മഴക്കാറ് മൂടിയിട്ടുണ്ട്, പക്ഷെ മഴയില്ല. അങ്ങനെ മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ മങ്കികളുണ്ട്. കണ്ടോ, മങ്കീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്.
ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ്. അതായത് അധികം വെയിലില്ല, മഴക്കാലം നന്നായിട്ട് മൂടിയിട്ടുണ്ട്, മഴയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ്. മുകളിൽ ചെറുതായിട്ടൊരു ഹിൽസ് ഉണ്ട്, നല്ല രസം. സൂപ്പർ സൂപ്പർ. നമ്മളെ റോഡിന്റെ രണ്ട് സൈഡിലും പുളിമരങ്ങളും പിന്നെ ഇതുമാണ് കേട്ടോ, നീമുമാണ്. നല്ല രസമുണ്ട് കാണാന്, നല്ല ക്ലൈമറ്റ്. ഇങ്ങനെ സ്ട്രൈറ്റ് പോയ ഏതാ ഇക്ക സ്ഥലം? സ്ട്രൈറ്റ് പോയാല് ഈരോട്, ഇങ്ങനെ പോയാല് റൈറ്റ് പോയാല് തിരുപ്പൂര്, അങ്ങനെയാണ് കേട്ടോ അത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എവിടേക്കാ വേണ്ടെങ്കിൽ തിരിയാം, അങ്ങനെയാണ് സംഭവം. നമ്മൾ പറഞ്ഞ ചെന്നിമല കേട്ടോ, ഇതാണ് ആ ചെന്നിമല. ഇതാണ് ഇത് ഒരു ഏരിയ കണ്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാൽ തിരുപ്പൂരാണ്. ഇതിന്റെ ബാക്ക് സൈഡ് കാണുന്നത് ഈരോടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പോയാൽ പെരുന്തുറ പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഭയങ്കര ഒരു പ്രത്യേക കേട്ടോ, ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്, നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വണ്ടികൾ കമ്മിയാട്ടോ, വണ്ടികൾ പൊതുവെ നല്ല കമ്മിയാണേ. പിന്നെ അനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. തമിഴാവുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, തമിഴ് അത്ര പിടുത്തല്ല. ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ 4 സൈഡും ഫോറസ്റ്റ് ആട്ടോ, ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിന്റെ നടുവിലൂടെ റോഡ് കണ്ടോ. വണ്ടികളൊക്കെ വളരെ കുറവാട്ടോ. ഒരു സംഭവം കണ്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ, ഇത് കുഴൽ കിണറല്ലേ? അല്ലേ, കുഴൽ കിണർ എന്തോന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും പൈപ്പിൽ നിന്ന് വെള്ളം ഇവർക്ക് മൃഗങ്ങൾക്കൊക്കെ അനിമൽസിനൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളമാണ് കണ്ടോ, അവിടുന്ന് ഇങ്ങനെ നിറഞ്ഞു വരും, ഫുള്ള് വെള്ളാട്ടോ കണ്ടോ. അതങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട് കണ്ടോ വെള്ളം. നല്ല വെള്ളമല്ലേ? നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കണ്ടോ, ആ നല്ല വെള്ളം കേട്ടോ. അതെ, നല്ല വെള്ളം, അടിപൊളി കണ്ടോ. ഒരു വേറിട്ട കാഴ്ച. നല്ല മഴക്കാലം മൂടിയ ഒരു അന്തരീക്ഷം കേട്ടോ. കണ്ടോ, അധികം വണ്ടികളൊന്നും പോകുന്നില്ല, വണ്ടികളൊക്കെ കമ്മിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഫോറസ്റ്റ് ആണ്, രണ്ട് സൈഡും ഫോറസ്റ്റ് ആട്ടോ കണ്ടോ. നമ്മൾ ആ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ചെറിയ ഒരു ഇതാട്ടോ സംഭവം, ഒരു ഓഡിറ്റോറിയവും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സംഭവമായിട്ടോ അത് കണ്ടോ. കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ, അങ്ങനെ അധികം വീടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല, ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് ഒരു ചെറിയൊരു ഹിൽസും, ആ ഹിൽസിനോട് ചേർന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് വീടുകളും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഏരിയകളാട്ടോ. അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന അതുപോലത്തെ ഏരിയകളാണ്. ഒരു കുഞ്ഞു റോഡ്, അതിന്റെ രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് കുറച്ച് വീടുകളും. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ആ ഹിൽസിന്റെ മുകളിൽ ഒരു ടെമ്പിൾ കാണാൻ പറ്റും കേട്ടോ. അത് തന്നെയാണ് ഈ ചെന്നിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ചെന്നിമല സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഈരോട്ടിൽ കേട്ടോ. ഈരോട്ടിൽ നിന്ന് 28 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ചെന്നിമലക്ക്. നമ്മൾ ഈ ചെന്നിമലനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് കേട്ടോ, ഹാൻഡ്ലൂം ടൗൺ എന്നാട്ടോ നമ്മൾ ചെന്നിമലനെ നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ ഈരോട്ടിൽ നിന്ന് 28 കിലോമീറ്റർ ആണ് ചെന്നിമലക്ക്. ഒരു ചെറിയ മലയും ആ മലയോട് ചേർന്നിട്ട് ടെമ്പിളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ജനങ്ങളും അതൊക്കെയാണ് കേട്ടോ ചെന്നിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചെറിയ ടൗൺ ആണ്, അത്രയും പോപ്പുലേഷൻ ഇല്ല, അധികം പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ഒരു പ്രദേശം. അടിപൊളിയാട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കര അടിപൊളിയാണേ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ ടെമ്പിള്. അല്ലൂസ് ഇതാക്കണം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലൂസ് നമ്മളെ പിന്നാലെ ഇറങ്ങി വന്നതാട്ടോ. കണ്ടോ, വിശക്കുന്നുണ്ട്, വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ട് കേട്ടോ അല്ലൂസിന്. അല്ലൂസേ, വിശപ്പ് വരുന്നുണ്ടോ? നമ്മളിപ്പോ ഏതാ സ്ഥലം? അല്ല, ചെന്നിമല. നിലമ്പൂര് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലേ, ഇപ്പോഴും നിലമ്പൂര് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലൂസ് നിലമ്പൂര് ഇലക്ഷന്റെ അവിടെ നിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതാണ് ചെന്നി ഹിൽസ്. ഏതാണ്? ചെന്നിമല. അടിപൊളി സ്ഥലാണ് പറ.
അടിപൊളി സ്ഥലമാണ്. പറ സൂപ്പറാണോ? സൂപ്പറാണ്. ഓക്കെടാ. ഇവിടെ വന്നാലേ കിട്ടുന്ന കേട്ടോ ഈ സംഭവം കണ്ട വേണ്ട. ഇവിടെ വന്നപ്പോ കഴിക്കാൻ കിട്ടിയതാട്ടത്. അത് ഉമ്മമാക്ക് കൊടുക്ക്. ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. കണ്ടോ? ഇതിനേക്കാളും ഇതാണ് നമ്മളെ പണ്ടത്തെ സേമിയ ഐസ് ഇല്ലേ, ഇതാണ് സംഭവം. ദല്ലൂസിന്റെ കോണ് ഇതാണ് സേമിയ ഐസ് കേട്ടോ. ഇതാണ് ശരിക്കും ഇത്. പക്ഷെ ഇതിന്റെ വൈറ്റ് ഒക്കെ നമ്മളെ കൂടെ ഒക്കെ വന്നിരുന്നില്ലേ? എന്താ വൈറ്റ് ഉണ്ടായിരുന്നു? എന്നിട്ട് എന്താ മേടിക്കഴിഞ്ഞേ? ഇതാണ് ഐസ് കേട്ടോ. കണ്ടോ? ഇതാണ് ഐസ്. നമ്മളെ പണ്ടത്തെ അല്ലെ നൊസ്റ്റൊക്കെ വരും ചില ആൾക്കാർക്ക്. എനിക്കൊന്ന് നൊസ്റ്റു. അത് ദല്ലൂസിന്റെ കേട്ടോ. ഒരു കടി തരില്ല. അങ്ങനെ തന്നെ ദല്ലൂസ് തരണ്ട. ദല്ലൂസ് അങ്ങനെ നമ്മൾ ഒരൈസ് അല്ല കേട്ടോ, 3 ഐസും ഒരു കോണൊക്കെ മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നി ഹിൽസ് കണ്ടിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ചെന്നി ഹിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അധികം അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഈരോട്ടിന്ന് 28 കിലോമീറ്റർ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ ചെന്നി ഹിൽസ് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വന്നിട്ടൊന്ന് കണ്ടിട്ട് പോയിക്കോളൂ.